സ്റ്റോറി ശിവ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. പുനർവിവാഹം. പത്മനാഭന്റെ കാർ അവിടെ നിന്ന് പോയതും മീനാക്ഷമ്മയും കല്യാണിയും ആശ്വാസത്തോടെ ഒന്ന് നെടുവേപ്പെട്ടു. ഇത്രയും നേരം അടിയുണ്ടാവുമെന്ന് കരുതി ഭയത്തോടെ നിൽക്കുമായിരുന്നു അവർ ഇരുവരും. നിങ്ങളിനി പേടിക്കൊന്നും വേണ്ട മീനാക്ഷമ്മ, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ? ജോമോനാണ് അത് പറഞ്ഞത്. എന്തായാലും അയാളിനി വരില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയി കിടന്നു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. രാഘവേട്ടൻ അതും പറഞ്ഞുകൊണ്ട് തിരികെ മുറ്റത്തേക്ക് ഇറങ്ങി. മച്ചാനെ പോട്ടടാ. ജോമോൻ കാശിനാഥനോടായി പറഞ്ഞതും അവൻ പുഞ്ചിരിയോടെ തലയാട്ടി. അതോടെ ബാക്കിയുള്ളവരും കാശിനാഥനോട് യാത്ര പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി. പിറ്റേന്ന് തറവാടിന്റെ ഉമ്മറത്തെ ചാരുകസേരയിൽ കണ്ണടച്ച് ചാഞ്ഞു കിടക്കുകയാണ് പത്മനാഭൻ. അടുത്തുള്ള കസേരയിൽ അയാളുടെ വിശ്വസ്തനായ വാസുദേവൻ ഇരിപ്പുണ്ട്. പത്മനാഭൻ ബാംഗ്ലൂരിൽ നിന്നും വന്നതും കാശിനാഥന്റെ വീട്ടിൽ പോയതൊക്കെ അറിഞ്ഞിട്ട് പത്മനാഭനെ കാണാൻ വന്നതാണ് വാസുദേവൻ. എന്നാലും എൻ്റെ പപ്പേട്ടാ, ഇതിപ്പ നമുക്കാകെ നാണക്കേടായിട്ടോ. ഇന്നലെ അവനിട്ട് 2 കൊടുത്തിട്ടെങ്കിലും വരായിരുന്നില്ലേ? വാസുദേവൻ പറഞ്ഞത് കേട്ട് പത്മനാഭൻ കണ്ണു തുറന്ന് മുഖമുയർത്തി അവന്റെ നേർക്കൊന്ന് തറപ്പിച്ചു നോക്കി. അതോടെ വാസുദേവൻ ഒന്ന് പരിങ്ങി. അല്ല, ഒരു കണക്കിന് തല്ലാഞ്ഞതും നന്നായി. അല്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി തിരിച്ചു തല്ലിയെന്ന നാണക്കേടുകൂടി സഹിക്കേണ്ടി വന്നേനെ. പത്മനാഭനെ എരിവ് കയറ്റാനെന്നോണം വാസുദേവൻ പറഞ്ഞു. വാസു, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പപ്പേട്ടിന് നാട്ടുകാരുടെ മുന്നിലൊരു വിലയുണ്ട്, അതില്ലാതാവരുതെന്നോർത്ത് പറഞ്ഞു പോയതാ. വാസുദേവൻ തലയുടെ പിന്നിലായി ചൊറിഞ്ഞുകൊണ്ട് ഭവ്യതയോടെ പറഞ്ഞു. പത്മനാഭൻ ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് മുറ്റത്തേക്ക് നോക്കിയിരുന്നു. അല്ല പാപ്പേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? അവന്മാരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? വാസുദേവൻ വീണ്ടും എരിവ് കയറ്റാനായി പറഞ്ഞു. നീ ക്ഷമയോടെ കാത്തിരിക്കു വാസു. പന്തിപ്പ അവരുടെ കോട്ടിലാ, അതെന്റെ കോട്ടിലേക്കൊന്ന് വന്നോട്ടെ. പിന്നെ അവന്മാരെ രണ്ടിനെ ഈ ഭൂമിയിൽ വച്ചേക്കില്ല, ഞാൻ തീർത്ത് കളയും എന്നേക്കുമായി. പത്മനാഭൻ പകയോടെ പറയുമ്പോൾ വാസുദേവൻ ഉള്ളുകൊണ്ട് ചിരിക്കുമായിരുന്നു. താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നതോർത്ത്. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഡോക്ടറെ കണ്ട ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാശിനാഥന്റെ കാലിലെ പ്ലാസ്റ്റർ മാറ്റി. സാധാരണ പോലെ അവൻ ജോലിക്കും പോയി തുടങ്ങി. ആദ്യമൊക്കെ കാണുമ്പോൾ പലരും ഒളിഞ്ഞും തെളിഞ്ഞും കല്യാണിയുടെ പേരിൽ കാശിനാഥനെ പരിഹസിക്കുമായിരുന്നു. പക്ഷെ കാശിനാഥൻ അവർക്കൊന്നും മറുപടി കൊടുക്കാൻ പോയില്ല. എന്ന് മാത്രമല്ല, അതൊന്നും താൻ കേൾക്കുന്നില്ല എന്ന ഭാവത്തിൽ നടക്കുകയാണുണ്ടായത്. കാരണം താൻ ഇതിന്റെ പേരിൽ പ്രതികരിച്ച പ്രശ്നം കൂടുതൽ വഷളാവുമെന്ന് അവൻ അറിയായിരുന്നു. അച്ഛന്റെ വേർപാട് തളർത്തിയ കല്യാണിയെ മീനാക്ഷമ്മയും രാഖിയും അവരുടെ സ്നേഹനിർഭരമായ ഇടപെടലുകൾ കൊണ്ട് പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എങ്കിലും കുസൃതിയും കുറുമ്പുമായി നടന്നിരുന്ന ആ പഴയ കല്യാണിയിൽ നിന്നും ചിരി എന്ന മഹാസിദ്ധി പോലും മറന്നുപോയൊരു നിഴൽ മാത്രമായി അവർ മാറിയിരുന്നു. മാസങ്ങൾ മുന്നോട്ട് പോയതോടെ കല്യാണിയുടെ വയറിലും പ്രകടമായ മാറ്റങ്ങൾ വന്നു. കല്യാണിയിൽ പക്ഷേ അതൊന്നും ഗൗനിക്കാത്ത മട്ടിലാണ് പലപ്പോഴും പെരുമാറിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ഒരിക്കൽ പോലും അവൾ അബോഷനെ കുറിച്ച് സംസാരിച്ചതുമില്ല. മീനാക്ഷിയമ്മ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോഴും പുഞ്ചിരിയോടെ അവൾ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. പക്ഷെ വിടാൻ ഭാവമില്ലാതെ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനെന്നോണം അവളോട് സംസാരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ ഒരു ദിവസം മുറിയിലേക്ക് കയറി ചെന്നു. മോളെ, നമുക്ക് ആ ഡോക്ടറെ ഒന്നുകൂടി പോയി കണ്ടാലോ? എന്തിന്? അല്ല മോളെ, അബോഷൻ. എന്റെ മീനാക്ഷമ്മേ, ഇനി അതൊന്നും നടക്കാൻ പോകില്ലെന്ന് മീനാക്ഷമിക്കും അറിയില്ലേ? പിന്നെ വെറുതെ എന്തിനാ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നേ? എന്നാലും മോളെ, ആ ഡോക്ടറെ ഒന്നുകൂടി പോയി കണ്ടാലോ? കണ്ടിട്ട് എന്തിനാ? ഡോക്ടർ വേണമെങ്കിൽ പ്രസവരക്ഷയ്ക്കുള്ള കുറച്ച് മരുന്ന് കുറിച്ച് തരും. അല്ലാതെ ഒന്നും നടക്കാൻ പോണില്ല. എൻ്റെ മീനാക്ഷമ്മേ, ഇതൊക്കെ എൻ്റെ വിധിയാ. അപ്പം പിന്നെ ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. പിന്നെ ഞാനിപ്പോൾ ഇതൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെട്ടൂന്നേ. ഇനി എന്തൊക്കെ വന്നാലും നടന്നാലും അതൊന്നും എൻ്റെ മനസ്സിനെ ബാധിക്കാൻ പോണില്ല. പുഞ്ചിരിയോടെ തന്നെ കല്യാണി പറഞ്ഞു നിർത്തുമ്പോൾ മീനാക്ഷമ്മ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ മീനാക്ഷമ്മേ,
ഈ കുഞ്ഞിനെ പ്രസവിക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ പ്രസവിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ അതിനിപ്പോൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി അതിനുള്ള സമയമായാൽ മാത്രം മതി. കല്യാണിയുടെ വാക്കുകൾക്കിടയിൽ എന്നേക്കുമായി സ്വപ്നങ്ങൾ ഉടഞ്ഞുപോയ, ജീവിതം തന്നെ വെറുത്തു പോയ ഒരു പെൺകുട്ടിയുടെ നോവ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മീനാക്ഷിയമ്മയുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയിക്കൊണ്ടിരുന്നു. പിന്നെയും കുറച്ചു നേരം കൂടി കല്യാണിയെ തന്നെ നോക്കിയിരുന്ന ശേഷം അവർ എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഉച്ചക്കത്തെ കാറ്റ് അമ്പലമുറ്റത്ത് നിന്നിരുന്ന ആലിന്റെ ഇലകളെ തഴുകിക്കൊണ്ടിരുന്നു. അതിന്റെ കീഴിലെ ആൽത്തറയിൽ തണൽ പറ്റി കിടക്കുവാണ് കാശിനാഥൻ. വലം കൈ മടക്കി കണ്ണിന് മുകളിലായി വെച്ചിട്ടുണ്ട്. ഓട്ടം കഴിഞ്ഞു വന്ന പാടെ ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ശേഷം ജോമോൻ കാശിനാഥന്റെ അടുത്തേക്ക് നടന്നു. എന്തൊരു ചൂടാ, സഹിക്കാൻ പറ്റണില്ല. അല്ലളിയാ, നീ ഉണ്ണാൻ പോടില്ലേ? മണി 1:30 കഴിഞ്ഞല്ലോ. ജോമോൻ കാശിനാഥന്റെ അടുത്തായി ആൽത്തറയിലേക്ക് കയറിയിരുന്നുകൊണ്ട് ചോദിച്ചു. ജോമോന്റെ ചോദ്യം കേട്ടതും കാശിനാഥൻ മുഖത്തു നിന്നും കൈമാറ്റി അവന്റെ നേർക്കൊന്നു നോക്കി. എന്തോ വിശപ്പില്ലടാ. അതെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ലടാ. പിന്നെന്താ, കല്യാണിയുടെ കാര്യം ആലോചിച്ചിട്ടാണോ? എനിക്കറിയില്ലടാ ഇനി അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു. അതിന് ഇത്ര ആലോചിക്കാൻ എന്തായിരിക്കണേ? നീ ഒരു താലി വാങ്ങി അവളുടെ കഴുത്തിലോട്ട് അങ്ങ് കെട്ട്. എന്തായാലും നാട്ടുകാരെല്ലാം അറിഞ്ഞില്ലേ, അവളുടെ അച്ഛനും മരിച്ചു. ഇനിയിപ്പോ വേറൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ജോമോൻ പറഞ്ഞത് കേട്ട് കാശിനാഥൻ അവനെ തറപ്പിച്ചൊന്നു നോക്കി. സുഹൃത്താണെങ്കിലും കല്യാണിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും ജോമോനോട് കാശിനാഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കല്യാണിയും കാശിനാഥനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്നും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ കാശിനാഥനാണെന്നാണ് എല്ലാവരെയും പോലെ ജോമോനും വിശ്വസിച്ചിരിക്കുന്നത്. കാശിനാഥൻ അതൊട്ട് തിരുത്താനും പോയില്ല. പോയാ സത്യമെല്ലാം അവനോടും തുറന്നു പറയേണ്ടി വരും. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഇത്രയും നാളെ ഞങ്ങളെ കൂട്ടുകാർ പോലും അറിയാതെ രണ്ടും കൂടി പ്രേമിച്ചു നടന്നല്ലേ. ഒടുക്കം പണി പറ്റിച്ചിപ്പോ നാട്ടുകാരറിയുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയും വച്ച് താമസിപ്പിച്ച് ലിവിങ് ടുഗദറൊക്കെ കളിക്കാതെ നീ ആ പെണ്ണിന്റെ കഴുത്തിലൊരു താലി കെട്ടുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ എത്ര നാളെന്ന് വെച്ചാൽ ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോവാ. ജോമോൻ ചെരിപ്പ് ഊരിയിട്ട് ആൽത്തറയിലേക്ക് ചമ്രം പടിയിരുന്നു. കാശിനാഥൻ മറുപടി ഒന്നും പറയാതെ നിലത്തേക്ക് മിഴികളൂന്നി. ഡാ, ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു. എന്നിട്ടെന്താ നീയൊന്നും പറയാത്തെ? ഞാനെന്തു പറയാനാ? അതൊന്നും നടക്കാൻ പോണില്ല. അതെന്താടാ, ഇനി അവർക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? ജോമോൻ സംശയത്തോടെ കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കി. അതൊന്നും അല്ലടാ. എൻ്റെ മനസ്സിലിപ്പോ കാർത്തിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവൻ പോയിട്ട് എത്ര നാളായി. എങ്ങനെയും അവനെയും ശ്രേയെ ഇവിടെ എത്തിച്ച് അവരുടെ കല്യാണം നടത്തണം. അതൊക്കെ ഇനി എപ്പോൾ നോക്കാനാ? ആ പത്മനാഭൻ ഇപ്പോൾ അല്പം ഒതുങ്ങിയ മട്ട. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. നീ ധൈര്യമായിട്ട് അവളെയും കൂട്ടി വരാൻ അവനോട് വിളിച്ചു പറ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. പക്ഷെ വിളിച്ചു പറയാനൊന്നും പറ്റില്ലടാ. അവന് നമ്പറൊന്നുമില്ല. അതുകൊണ്ട് അവനായിട്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോഴേ പറയാൻ പറ്റൂ. ഇനി ചേട്ടനെ പോലെ അനിയനും ഒരു കൊച്ചൊക്കെയായിട്ട് വരാനുള്ള പ്ലാനാണോ? ജോമോൻ ചിരിയോടെ പറഞ്ഞതും അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അല്പം ഗൗരവം നടിച്ചുകൊണ്ട് കാശിനാഥൻ സ്റ്റാൻഡിലേക്ക് നടന്നു. കാശിനാഥൻ ഉച്ചക്കത്തെ ഊണ് കഴിക്കാനായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹാളിലെ സോഫയിൽ കിടന്ന് മയങ്ങുന്ന മീനാക്ഷിയമ്മയെയാണ് കണ്ടത്. TV ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പരസ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ ഉണർത്താതെ ഭക്ഷണം എടുക്കാമെന്ന് കരുതി അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കല്യാണി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ചുവന്നൊരു ഞെയ്ത്തിയാണ് വേഷം. അമ്മ അവളുടെ അളവിന് തയ്പ്പിച്ചു കൊടുത്തായിരിക്കണം. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ അവളുടെ വയറിന്റെ മാറ്റങ്ങളും വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ മുഖത്താകെ ഒരു വിളർച്ചയും കാണാനുണ്ട്. കാശിക്കിനിരുന്നു, ഞാൻ കഴിക്കാൻ എടുത്തു തരാം. തന്നെ നോക്കി നിന്ന കാശിനാഥനെ നോക്കി പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ അടുക്കളയിലേക്ക് നടന്നു. കാശിനാഥൻ ഒന്നും മിണ്ടാതെ ഹാളിലെ വാഷ് ബേസിനിൽ ചെന്ന് കൈകൾ കഴുകി ഡൈനിങ് ടേബിളിനടുത്തിട്ടിരുന്ന കസേരയിലിരുന്നു. കാശിനാഥൻ അവരുടെ നേർക്ക് നോക്കിയിരിക്കെ കല്യാണി ഒരു പ്ലേറ്റിൽ ചോറും കറികളുമായി എത്തി. പെട്ടെന്ന് എന്തുകൊണ്ടോ നോട്ടം അവളുടെ മുഖത്തേക്കായിപ്പോയി. ഒരുതരം നിർവികാരത അവളുടെ മുഖത്തെ പൊതിഞ്ഞിരിക്കുന്നു. തന്നോട് ചേർന്ന് നിന്ന് സന്തോഷത്തോടെ, ചിരിയോടെ, പ്രണയത്തോടെ ഭക്ഷണം വിളമ്പി തന്നൊരു പെണ്ണിന്റെ മുഖം പെട്ടെന്ന് മനസ്സിലൂടെ കടന്നുപോയി. ആ പെണ്ണിൽ നിന്നും ഇപ്പോൾ ഇവൾ ഒരുപാട് മാറിയിരിക്കുന്നു. ജീവിതം ഇവളെ ഇങ്ങനെ മാറ്റിയതാണെന്ന് തന്നെ പറയാം. TV-യിൽ പരസ്യം മാറി സിനിമ കാണിച്ചു തുടങ്ങി. എനിക്ക് ആ പഴയ രാധയാവണം. നമ്മുടെ ആ പഴയ കാലം എനിക്ക് തിരിച്ചു തരുമോ? നായിക നായകനോട് കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗമാണ്.
ഞെട്ടലോടെ തിരിഞ്ഞ് TV-യിലേക്ക് നോക്കി. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ സിനിമയാണ്. നായകന്റെ മാറിലേക്ക് മുഖമർത്തി വിങ്ങി കരയുകയാണ്. അതോടെ അറിയാതെ നോട്ടം വീണ്ടും കല്യാണിയുടെ മുഖത്തേക്കായിപ്പോയി. അവൾ മങ്ങിയൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് നടന്നു. പക്ഷെ അറിയാതെ കണ്ണുകൾ അപ്പോഴും അവളെ പിന്തുടർന്നു പോയി. അവൾ മുറിയുടെ വാതിൽ ചാരും വരെ. കല്യാണം ഇനി നടക്കില്ലെന്ന് ഉറപ്പായതോടെ അഭിഷേകിന് അവൻ കെട്ടാനിരുന്ന പെണ്ണിനോടുള്ള പക വർദ്ധിക്കുവാനുണ്ടായത്. ഒപ്പം താൻ കെട്ടിയ മനക്കോട്ടകളൊക്കെ വെറുതെ ആയതിന്റെ സങ്കടവും അവനെ വല്ലാതെ ബാധിച്ചിരുന്നു. അമ്മയായ പത്മിനിയുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. കോഹിനൂർ ജ്വല്ലറി ഉടമ ചന്ദ്രകാന്തിന്റെ ഒരേ ഒരു മകൾ, അവളുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് വിചാരിക്കുമ്പോഴാണ് പെണ്ണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. അതും തന്റെ മകന് സ്വഭാവദൂഷ്യം ഉണ്ടെന്നും പറഞ്ഞു. ആരോ ഇടയിൽ കയറി കളിച്ചിട്ടുണ്ട്, അല്ലാതെ വിരുന്നു വരെ എത്തിയ ആലോചന ഇങ്ങനെ മുടങ്ങില്ല. അതാരായാലും അയാൾ ഒരിക്കലും താൻ വെറുതെ വിടില്ല. പത്മിനിയുടെ ഉള്ളിൽ ദേഷ്യം വിരമ്പി. അപ്പോഴാണ് ഫോണിൽ പിടിച്ചുകൊണ്ട് അഭിഷേക് കയറി വന്നത്. കാശുള്ളതിന്റെ അഹങ്കാര പുന്നാന മൂക്ക്. അമ്മയുടെ നിർദ്ദേശപ്രകാരം താൻ വിളിച്ചിട്ട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ ചന്ദ്രകാന്തിന്റെ മകൾ കോൾ കട്ടാക്കിയതിന്റെ ദേഷ്യമായിരുന്നു അവന്റെ മുഖത്ത്. എന്താടാ, അവളെന്തു പറഞ്ഞു? പത്മിനി ആകാംക്ഷയോടെ അഭിഷേകിന്റെ മുഖത്തേക്ക് നോക്കി. എന്തേലും പറയാൻ അവൾ കോളൊന്ന് അറ്റൻഡ് ചെയ്യണ്ടേ? അമ്മ നോക്കിക്കോ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവിടെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ അഭിഷേക് തന്നെയായിരിക്കും. പത്മിനിയോടായി അഭിഷേക് പറയുമ്പോൾ അവരുടെ മുഖത്ത് മകനെ ഓർത്തൊരു അഭിമാനം നിറയുന്നത് കാണായിരുന്നു. ഇപ്പോഴാടാ നീ എൻ്റെ മോനായത്. എങ്ങനെയായാലും ശരി, നീ അവളെ കെട്ടണം. അവളുടെ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് സ്വന്തമാക്കണം. അതിനെന്ത് വേണമെന്ന് ഈ അമ്മ നിന്നോട് ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? പത്മിനി ചിരിയോടെ ചോദിച്ചു. അമ്മ സമാധാനമായിട്ടിരിക്കമ്മേ. അവളും അവളുടെ സ്വത്തുക്കളും എല്ലാം അമ്മയുടെ ഈ കാൽച്ചോട്ടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് അമ്മ കാത്തിരുന്നു. പക്ഷേ നീ എടുത്തിയാടിയ അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കരുത്. അറിയാലോ അവളുടെ തന്തേ, ആ ചന്ദ്രകാന്ത് ഒന്നിനും മടിയില്ലാത്ത ആളാ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ മതി. പത്മിനി അഭിഷേകിനെ ഓർമ്മപ്പെടുത്തി. കേട്ടപാടെ ഒന്ന് മോളി ഇരുത്തിക്കൊണ്ട് അഭിഷേക് നേരെ മുറിയിലേക്ക് നടന്നു. ആഗ്രഹിച്ചതെല്ലാം താൻ എന്നും നേടിയിട്ടേ ഉള്ളൂ. തൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അഭിക്കും. ചന്ദ്രകാന്തിന്റെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും കൂടി സ്വന്തമാക്കിയ പിന്നെ ഈ നാട്ടിലെ നമ്പർ 1 ബിസിനസ്സുകാരിയും കോടീശ്വരിയും ഞാൻ മാത്രമായിരിക്കും. ഈ പത്മിനിയുടെ ചുണ്ടിൽ സന്തോഷം കൊണ്ടൊരു ചിരി വിടർന്നു. തുടരും.